ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞാണ് ഈ ഒരു സ്റ്റോറി കൊടുത്തിട്ടുള്ളത്. റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുക അല്ലേ. റിജോയ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, രസിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പം നമുക്ക് വായിച്ച് രസിക്കാം. ഇവിടെ ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഹൂ ക്യാൻ ഫ്ലൈ. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക അല്ലേ. ഹൂ ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ആർക്കാണ് പറക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചോദ്യമല്ലേ? അതെ. ഫ്ലൈ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചിഹ്നം കണ്ടോ? അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുക, ചോദ്യചിഹ്നം. അപ്പോൾ അത് നമുക്ക് ചോദ്യമാണ് എന്ന് മനസ്സിലാകാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതുന്നതെങ്കിലും ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ എഴുതണം. സോ ഇവിടെ എന്താണ്? ഹൂ ക്യാൻ ഫ്ലൈ, ആർക്കാണ് പറക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുമോ നോക്കണ്ടേ? വേണം. അപ്പോൾ ഇവിടെ പിക്ചറിൽ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നോക്കിയേ. ഒരു മദർ ബേർഡ് ഉണ്ട് അല്ലേ, പിന്നെ ഒരു ലിറ്റിൽ ബേർഡും ഉണ്ട്. മദർ ബേർഡ് എന്ന് പറഞ്ഞാൽ അമ്മ പക്ഷി, ലിറ്റിൽ ബേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു അമ്മ പക്ഷിയുടെ കുഞ്ഞ്. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മളുടെ ലിറ്റിൽ ബേർഡും മദർ ബേർഡും ഒരു ചില്ലയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വാലി, അതായത് താഴ്വരയിലായിട്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പട്ടം പറത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റോറി എന്താന്ന്. ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി. അപ്പോൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ അല്ലേ. ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ്? കുട്ടികളെയാണ്. വേർ ഫ്ലൈയിങ് എന്ന് വെച്ചാൽ പറത്തുന്നുണ്ടായിരുന്നു. എന്ത്? കൈറ്റ്സ്. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടം അല്ലേ. നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൈറ്റ്സ് എന്ന് പറയുക, പട്ടത്തിന് കേട്ടോ. ഇൻ എ വാലി, എവിടെ വെച്ചിട്ടാണ് പറത്തുന്നത്? വാലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്വര എന്നുള്ളതാണ്. അതായത് കുന്നിൻ്റെ താഴെയുള്ള ഭാഗം, മലയുടെ താഴെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? താഴ്വര എന്ന് പറയാം. അപ്പോൾ ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി. അപ്പോൾ എന്താ പറയുന്നത്? കുട്ടികൾ താഴ്വരയിൽ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ പട്ടത്തിൻ്റെ കളേഴ്സാണ് കേട്ടോ. റെഡ്, യെല്ലോ, ഗ്രീന്. കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവപ്പ്, യെല്ലോ ഏതാണ് കളറ്? മഞ്ഞ അല്ലേ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച. അപ്പോൾ ഈ 3 കളേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്? കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ്. അപ്പം എന്താണ്? ഒരുപാട് നിറത്തിലുള്ള കൈറ്റ്സ്, പട്ടങ്ങൾ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ 2ാമത്തെ പിക്ചറിലേക്ക് നോക്കിയേ. അവിടെ ചെറിയ പക്ഷി, നമ്മളുടെ ലിറ്റിൽ ബേർഡ് മദർ ബേർഡിനോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. ലുക്ക് മമ്മ, ഹൗ നൈസ്, ഐ ടു വാണ്ട് എ കൈറ്റ്. അപ്പോൾ പറയാണ്, ലുക്ക് മമ്മ, നോക്കൂ അമ്മ, ഹൗ നൈസ്, എന്തൊരു ഭംഗിയുള്ളതാണ്, ഐ ടു വാണ്ട് എ കൈറ്റ്, എനിക്കും ഒരു കൈറ്റ് വേണം എന്ന് ആര് പറയാണ്? ലിറ്റിൽ ബേർഡ് മദർ ബേർഡിനോട് പറയാണ്. അപ്പം അമ്മ പക്ഷി എന്താ പറയുന്നത് നോക്കാം. ഓക്കെ ഡിയർ. അപ്പം അമ്മ ഓക്കെ പറഞ്ഞു. എന്നിട്ടോ ലെറ്റ്സ് മേക്ക് വൺ, നമുക്ക് ഒന്നുണ്ടാക്കാം എന്ന് പറയാണ്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യാം എന്നാണ് അർത്ഥം വരുന്നത്. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം എന്ന് ആര് പറഞ്ഞു? മദർ ബേർഡ് ലിറ്റിൽ ബേർഡിനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം അല്ലേ, അവർ പട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദേ മെയ്ഡ് എ കൈറ്റ്. അപ്പം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൈറ്റ് ഉണ്ടാക്കി. മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പം ദേ മെയ്ഡ് എ കൈറ്റ്, അവരൊരു പട്ടം ഉണ്ടാക്കി. ഇറ്റ് വാസ് എ റെഡ് കൈറ്റ്, അതൊരു റെഡ് കളറുള്ള, ചുമന്ന കളറുള്ള കൈറ്റ്, പട്ടമാണ്. വിത്ത് ബ്ലൂ വിങ്സ്, അതിനെന്തുണ്ട്? ബ്ലൂ വിങ്സ് ഉണ്ട്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ, ബ്ലൂ കളറിൽ. വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറക് അല്ലേ. അപ്പം ഒരു ബ്ലൂ കളറിലുള്ള വിങ്സ് ഉണ്ട്. ആൻഡ് ആ യെല്ലോ ടെയിൽ, ഒരു യെല്ലോ ടെയിൽ ഉണ്ട്. നമുക്ക് ആ ടെയിൽ കാണാമല്ലോ, യെല്ലോ കളറിൽ മഞ്ഞ കളറിൽ ഒരു ടെയിലുണ്ട്, വാല് അല്ലേ, ഒരു ടെയിലുണ്ട്. പിന്നെന്താണ്? ബേബി സ്പാരോ ഫ്ലൂ ദ കൈറ്റ്. സ്പാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുവിയാണ് കേട്ടോ. അപ്പോൾ ബേബി സ്പാരോ, അതായത് ആ ഒരു കുഞ്ഞി പക്ഷി ഉണ്ടല്ലോ, കുഞ്ഞി സ്പാരോ ഫ്ലൂ ദ കൈറ്റ്. ഫ്ലൂ എന്നല്ല കേട്ടോ പ്രൊനൗൺസ് ചെയ്യുക, വായിക്കുക ഫ്ലൂ എന്നാണ് വായിക്കുക കേട്ടോ. അപ്പോൾ ഫ്ലൂ ദ കൈറ്റ്. അപ്പോൾ ബേബി സ്പാരോ എന്ത് ചെയ്തു? ആ ഒരു കൈറ്റ്
പറപ്പിച്ചു. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ എന്ത് സംഭവിച്ചു? ദ കൈറ്റ്, ഒരു പട്ടം, റോസ് അപ്പ്, അതായത് ഉയർന്നു പറന്നു, ഇൻ ദ സ്കൈ, എവിടെ? ആകാശത്തിൽ. അപ്പോൾ ആ ഒരു പട്ടം എന്ത് ചെയ്തു? ആകാശത്തിൽ അങ്ങനെ ഉയർന്ന് പറന്നു. ഈ ഒരു പേജിലെ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ കാണുന്നുണ്ട് സ്നാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ആ ഒരു പട്ടത്തിൻ്റെ നൂല് പൊട്ടിയതാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ. സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. എ വിൻഡ് ബ്ലൂ, ഒരു വിൻഡ് ബ്ലൂ, ബ്ലൂ എന്നല്ല കേട്ടോ വായിക്കുക, ബ്ലൂ എന്നാണ്. അപ്പോൾ എ വിൻഡ് ബ്ലൂ, ഒരു കാറ്റടിച്ചു, പെട്ടെന്നൊരു കാറ്റ് വീശി. സ്നാപ്പ്, ദ കൈറ്റ് ലൈൻ സ്നാപ്ഡ്. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടുക. ദ കൈറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടം കെട്ടിയിട്ടുള്ള നൂലുണ്ടല്ലോ, ആ ഒരു നൂലിനെയാണ് കൈറ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്നാപ്ഡ് മീൻസ് പൊട്ടി. അപ്പോൾ ആ ഒരു പട്ടം കെട്ടിയ നൂല് പൊട്ടി. ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. അപ്പോൾ ഈ ഒരു കൈറ്റ് ഗോട്ട് സ്റ്റക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റക്കായി, അതായത് കുടുങ്ങിപ്പോയി. എവിടെ? ഇൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? മരം അല്ലേ? ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ല. അപ്പോൾ മരത്തിൻ്റെ ചില്ലയിൽ ഈ ഒരു കൈറ്റ് എന്ത് ചെയ്യാണ്? കുടുങ്ങിപ്പോയി എന്ന് പറയാണ്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാല്ലേ, ഒരു മരമുണ്ട്, അതിൻ്റെ ഒരു ചില്ലയിൽ ആ ഒരു പട്ടം കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയേ, കാണുന്നില്ലേ? ആ ഒരു നൂല് പൊട്ടിയിട്ടുമുണ്ട്, നമ്മളുടെ പട്ടം ആ ഒരു ചില്ലയിൽ, മരത്തിൻ്റെ ചില്ലയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഓ മൈ കൈറ്റ്, ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. അപ്പോൾ ബേബി സ്പാരോ പറയാണ്, ഓ മൈ കൈറ്റ്, ഓ എൻ്റെ പട്ടമേ. ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. ബേബി സ്പാരോ എന്ത് ചെയ്തു? മുകളിലേക്ക് ചാടി. ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക, ജംപ്ഡ് അപ്പ്, അപ്പോൾ മുകളിലേക്ക് ചാടി. എന്നിട്ടോ, ഐ കാൺട്ട് റീച്ച് ദ ബ്രാഞ്ച്. എനിക്ക് ആ ഒരു ബ്രാഞ്ച്, ആ ഒരു ചില്ലയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഹീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബേബി സ്പാരോനെയാണ് കേട്ടോ. അപ്പോൾ ബേബി സ്പാരോ സ്റ്റാർട്ടഡ് ക്രൈയിങ്, കരയാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? നിങ്ങൾക്ക് എൻ്റെ കൈറ്റ് എടുത്തു തരാൻ കഴിയുമോ? ആ ഒരു ട്രീയുടെ മുകളിൽ നിന്ന് ചോദിക്കുകയാണ്. ആരെ? ബേബി സ്പാരോ. ഓ ഐ ആം സോറി, ഐ കാൺ ഫ്ലൈ. അപ്പോൾ ആ ഒരു കൗ പറയാണ്, ഓ ഐ ആം സോറി, ക്ഷമിക്കണം, ഐ കാൺ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഓൺലി വാക്ക്, എനിക്ക് നടക്കാൻ മാത്രമേ കഴിയൂ എന്ന് ആ ഒരു കൗ പറയാണ്. നെക്സ്റ്റ് നോക്കി ആരാ വന്നത് എന്ന്. റാറ്റ് സ്നേക്ക്, മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദ ട്രീ. റാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരയാണ് കേട്ടോ. മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദ ട്രീ. അപ്പോൾ എൻ്റെ കൈറ്റ്, എൻ്റെ പട്ടം ട്രീൻ്റെ മുകളിൽ, മരത്തിൻ്റെ മുകളിൽ സ്റ്റക്കായി പോയിട്ടുണ്ട്. ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? നിനക്ക് അത് എനിക്ക് വേണ്ടി എടുത്തു തരാൻ കഴിയുമോ എന്ന് ആര് ചോദിക്കുകയാണ്? ബേബി സ്പാരോ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു റാറ്റ് സ്നേക്ക്, ചേര എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ബേബി സ്പാരോ, ഐ ക്യാൻ ഓൺലി ക്രോൾ. അപ്പോൾ ബേബി സ്പാരോ എന്ന് വിളിച്ചിട്ട് പറയാണ്, ഐ ക്യാൻ ഓൺലി ക്രോൾ. ക്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഴയുക, എനിക്ക് ഇഴയാൻ മാത്രമേ കഴിയുള്ളൂ. ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല എന്ന് ആര് പറയാണ്? റാറ്റ് സ്നേക്ക് ബേബി സ്പാരോനോട് പറയാണ്. ഇനി താഴെയുള്ള പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു റാബിറ്റ് ഉണ്ടല്ലേ? നമുക്ക് നോക്കാം. അങ്കിൾ പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ബേബി സ്പാരോ അങ്കിൾ എന്നൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ, ദയവേത് എന്നെ ഹെൽപ്പ് ചെയ്യൂ, എന്നെ സഹായിക്കൂ എന്ന് പറയാണ്. ആരോടാണ് പറയുന്നത്? ഈ അങ്കിൾ എന്ന് വിളിച്ചത് ആരെയാണ്? റാബിറ്റിനെ. റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുയൽ. ഓക്കെ. മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്. എൻ്റെ കൈറ്റ് ബ്രാഞ്ചസിൽ, ആ ഒരു മരത്തിൻ്റെ ചില്ലയിൽ എന്തായി പോയിട്ടുണ്ട്? സ്റ്റക്കായി പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ റാബിറ്റ് എന്താ പറഞ്ഞത്? നോ വേ മൈ ഡിയർ, ഒരു വഴിയുമില്ല, മൈ ഡിയർ എന്ന് പറയാണ്. ഐ ക്യാൻ ഓൺലി ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, മുയൽ എങ്ങനെയാണ് പോവുക? ചാടി ചാടിയാണല്ലേ പോവുക. അപ്പോൾ മുയൽ പറയാണ്, ഐ ക്യാൻ ഓൺലി ഹോപ്പ്, എനിക്ക് ചാടാൻ മാത്രമേ കഴിയുള്ളൂ. ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല എന്ന് ആര് പറയാണ്? റാബിറ്റ് പറയാണ്. ഇനി ആരോടാണ് പോയി ചോദിക്കുന്നത്? മീനുകളുണ്ടല്ലേ? അപ്പോൾ അവരോടാണ് ചോദിക്കുന്നത്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം. മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രീ. എൻ്റെ കൈറ്റ് ട്രീയുടെ മുകളിൽ സ്റ്റക്കായിപ്പോയി. ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്? നിങ്ങൾക്ക് പറന്നു പോയിട്ട് എൻ്റെ കൈറ്റ് എടുത്ത് തരാൻ കഴിയുമോ എന്ന് ഈ ഒരു ബേബി സ്പാരോ
മീനുകളോട് ചോദിക്കുകയാണ്. വി ക്യാൻ ഓൺലി സ്വിം. അപ്പോൾ ഫിഷ് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് സ്വിം ചെയ്യാൻ, അതായത് നീന്താൻ മാത്രമേ കഴിയുള്ളൂ. വി കാൺട്ട് ഫ്ലൈ, ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല എന്ന് ആരോട് പറയാണ്? ആ ഒരു ബേബി സ്പാരോനോട്. അങ്ങനെ ഇനി ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? അമ്മ കിളിയുടെ അടുത്തേക്കാണ് അല്ലേ. നോക്കാം നമുക്ക്. മമ്മ, അപ്പോൾ അമ്മ എന്ന് വിളിക്കുകയാണ്. ലുക്ക്, മൈ കൈറ്റ് ഈസ് ഓൺ ദ ട്രീ. എൻ്റെ കൈറ്റ് നോക്കൂ, എൻ്റെ കൈറ്റ് ട്രീയുടെ മുകളിലാണുള്ളത്. ഹു ക്യാൻ ഗെറ്റ് മൈ കൈറ്റ് ബാക്ക്? ആർക്കാണ് എൻ്റെ കൈറ്റ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക? അപ്പോൾ ഹ ഐ ക്യാൻ. അപ്പോൾ അമ്മ പറയുകയാണ്, എനിക്ക് പറ്റും. മമ്മ സ്പാരോ ലാഫ്റ്റ്. ആ ഒരു അമ്മക്കുരുവി ചിരിച്ചു. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം ആ ഒരു മമ്മ സ്പാരോ, ആ ഒരു അമ്മ പക്ഷി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൈറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു. അപ്പോൾ ആ ഒരു ലിറ്റിൽ സ്പാരോ പറയാണ്, വൺ ഡേ, ഒരു ദിവസം, ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു, ഞാനും അമ്മയെപ്പോലെ എന്ത് ചെയ്യും? പറക്കും എന്ന് പറയാണ്. മമ്മ സ്പാരോ ഫ്ലൂ അപ്പ് ആൻഡ് ടുക്ക് ദ കൈറ്റ്. അപ്പോൾ മമ്മ സ്പാരോ എന്ത് ചെയ്തു? ഫ്ലൂ അപ്പ്, മുകളിലേക്ക് പറന്നു. ആൻഡ് ടുക്ക് ദ കൈറ്റ്, എന്നിട്ട് ആ ഒരു കൈറ്റ് പട്ടം എടുത്തു. ഡിയർ ഹിയർ ഈസ് യുവർ കൈറ്റ് എന്ന് എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡിയർ ഹിയർ ഈസ് യുവർ കൈറ്റ്, ഇതാ നിൻ്റെ കൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ബേബി സ്പാരോ ഈസ് ഹാപ്പി അഗെയിൻ. അപ്പോൾ ബേബി സ്പാരോ എന്ത് ചെയ്തു? വീണ്ടും ഹാപ്പിയായി എന്ന് പറയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റോറി ഉള്ളത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ദ ഡയലോഗ്സ്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ആരാണ് പറയുന്നത്? ഒരു റാറ്റ് സ്നേക്ക്, ചേര പറയുന്നതാണ് അല്ലേ. ഐ ക്യാൻ ഓൺലി, എനിക്ക് എന്ത് ചെയ്യാൻ മാത്രമാണ് കഴിയുക? ക്രോൾ അല്ലേ, ഇഴയാൻ മാത്രമാണ് കഴിയുക. അപ്പോൾ അവിടെ ക്രോൾ എന്ന് ഫില്ല് ചെയ്യുക. CRAWL, ഇഴയുക. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ഫിഷ് എന്താ പറയുന്നത്? ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ എന്ത് ചെയ്യാനാണ് കഴിയുക? സ്വിം അല്ലേ, നീന്തുക. SWIM, അത് കുട്ടികളെ കൊണ്ട് പറയിക്കുക കേട്ടോ. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? റാബിറ്റ്, മുയൽ. അപ്പോൾ മുയൽ എന്താ പറയുന്നത്? ഐ കാൺട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഫ്ലൈ. ഐ കാൺട്ട് ഫ്ലൈ. അപ്പോൾ എന്താണ്? റാബിറ്റിന് ഫ്ലൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഡാഷ് ഓൺലി ഹോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാഷിൻ്റെ അവിടെ എന്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? ഐ ക്യാൻ ഓൺലി ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക അല്ലേ. അപ്പോൾ ഐ കാൺട്ട് ഫ്ലൈ, എനിക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയില്ല. ഐ ക്യാൻ ഓൺലി ഹോപ്പ്, എനിക്ക് ചാടാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് റാബിറ്റ് പറയുന്നു. അപ്പം അത്രയാണ് നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റി ഉള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.